നമുക്ക് ഇവിടെ ആയിരിക്കാം. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അതാണ് നമ്മുടെ ശരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ ഈ സമയത്തിന്റെ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ പ്രിയ ലേനം ഭാഷ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗപിതാവേ, വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ നല്ല സായാഹ്ന സമയത്തിനായി സ്തോത്രം. പ്രിയ മാതാവിന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഭവനത്തിലും ചർച്ചിലും ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി അതിനുശേഷമായി കർത്താവ് ഈ സെമിത്തേരിയിലേക്ക് ഞങ്ങൾ കർത്താവെ കടന്നു വന്നിരിക്കുകയാണ്. ഒടുവിൽ ഇനി നടക്കാൻ പോകുന്നതായ ഈ ശുശ്രൂഷ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആയിരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ സ്തോത്രം. പ്രിയ മാതാവിന്റെ ഹാലേലൂയ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും അന്ത്യനാളിൽ കർത്താവെ സ്തോത്രം ഒരുമിച്ച് കാണുവാന്റെ കോണം ഞങ്ങളെല്ലാവരും നീ ഒരുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസന്മാരെ നീ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഒരു വേദഭാഗം നമുക്ക് വായിക്കുന്നു. സങ്കീർത്തനം 90-ാം അധ്യായം. കർണാടകദാസൻ ஆண்டவரே, தேவரீர் தலைமுறை தலைமுறையாக எங்களுக்கு அடைக்கலமானவர். பர்வதங்கள் தோன்றும் முன்னும் நீர் பூமியையும் உலகத்தையும் உருவாக்கும் முன்னும் நீரே அனாதியாய் என்றென்றைக்கும் தேவனாய் இருக்கிறேன். நீர் மனுஷரை நெற்கூலியாக்கி மனுப்புத்தரரை திரும்புங்கள். உமது பார்வைக்கு 1000 வருஷம் நேற்று கழிந்த நாள் போலவும் ராஜாமம் போலவும் இருக்கிறது. அவர்களை வெள்ளம் போல் வாரிக்கொண்டு போகிறேன். நித்திரைக்கு ஒத்திருக்கிறார்கள். காலையிலே முளைக்கிற புல்லுக்கு ஒப்பாயிருக்கிறார்கள். அது காலையிலே முளைத்து பூத்து மாலையிலே அறுப்புண்டு உலர்ந்து போகும். நாங்கள் உமது கோபத்தினால் அழிந்து உமது உக்கிரத்தினால் கலங்கி போகிறோம். எங்கள் அக்கிரமங்களை உமக்கு முன்பாகவும் எங்கள் அந்தரங்க பாவங்களை உமது முகத்தின் வெளிச்சத்திலும் இருக்கிறோம். எங்கள் நாட்கள் எல்லாம் உமது கோபத்தால் போய்விட்டது. ஒரு கதையை போல் எங்கள் வருஷங்களை கழித்து போகிறோம். எங்கள் ஆயுசு நாட்கள் 70 வருஷம். பலத்தின் மிகுதியால் 80 வருஷமாய் இருந்தாலும் அது மேன்மையானது வருத்தமும் சஞ்சலமும். அது சீக்கிரமாய் கடந்து போகிறது. நாங்களும் பறந்து போகிறோம். உமது கோபத்தின் வல்லமையையும் உமக்கு பயப்படத்தக்க விதமாய் உமது உக்கிரத்தையும் அறிந்து கொள்ளுகிறவன். நாங்கள் ஞான இருதயம் உள்ளவர்களாகும்படி எங்கள் நாட்களை எண்ணும் அறிவை எங்களுக்கு போதித்தரணும். கர்த்தாவே, திரும்பி வாரும். இதுவரைக்கும் கோபமாகிறது. உமது அடியாருக்காக பரிதவி. நாங்கள் எங்கள் வாழ்நாளெல்லாம் களி கூறி மகிழும்படி காலையிலே எங்களை உமது கிருபையால் திருப்தியாக்கும். தேவரீர் எங்களை சிறுமைப்படுத்தின நாட்களுக்கும் நாங்கள் துன்பத்தை கண்ட வருஷங்களுக்கும் சரியாய் எங்களை மகிழ்ச்சியாக்கும். உமது கிரியை உமது ஊழியக்காரருக்கும் உமது மகிமை அவர்கள் பிள்ளைகளுக்கும் விளங்குவதாக. எங்கள் தேவனாகிய ஆண்டவரின் பிரியும் எங்கள் மேல் இருப்பதாக.
எங்கள் கைகளின் கிரியை எங்களிடத்தில் உறுதிப்படுத்தும். ஆம், எங்கள் கைகளின் கிரியை எங்களிடத்தில் உறுதிப்படுத்தும். കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച മിസസ് തങ്കമ്മ സഖരിയ, നാം തങ്കമ്മ എന്ന് വിളിക്കുന്ന പ്രിയ മാതാവ്, ദൈവം കൊടുത്ത ആയുസ് 88 വർഷം ഈ ഭൂമിയിൽ പാർന്നു. അനുശോചന വാക്കുകളിലൊക്കെ പ്രിയ മാതാവിനെ പറ്റി പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. ഒത്തിരി നല്ല കാര്യങ്ങൾ അനേകർക്ക് പറയുവാൻ ബാക്കി വെച്ചിട്ടാണ് പ്രിയ മാതാവ് നമ്മെ വിട്ടുപോയത്. ഇന്ന് രാവിലെ ഏറെ നാളായി താൻ പ്രത്യാശ വെച്ചിരുന്ന കർത്തൃസന്നിധിയിലേക്ക് പറന്നുപോയി. തുറന്നുള്ള ശുശ്രൂഷ എത്രത്തോളം ദൈവം സഹായിച്ചു. ഈ സെമിത്തേരിയിൽ നാം ശുശ്രൂഷ കടന്നു വന്നിരിക്കുകയാണ്. രാവിലെ മുതൽ നാം ശുശ്രൂഷയെ സംബന്ധിക്കുന്നത് കൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിനായി ഈ സെമിത്തേരി ഞാൻ എടുക്കുന്നില്ല. 5 മണി കഴിഞ്ഞു. ഇവിടുത്തെ അനുവദിക്കപ്പെട്ട സമയം ഏകദേശം അവസാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന്റെ ക്രമീകരണം ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ. നീതിസാരം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ സംസ്കൃതത്തിൽ ഒരു വരിയുണ്ട്. അർത്ഥേ ഗ്രഹേ നിവർത്തന്തേ ശ്മശാന പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തി മനു ഗച്ഛന്തി. അതിന്റെ അർത്ഥം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ആയുസ്സിൽ നേടിയെടുക്കുന്നതെല്ലാം തന്റെ ഭവനത്തിന്റെ കട്ടൽക്കാല് കൊണ്ട് അവസാനിക്കും. അതിന്റെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ സ്നേഹിച്ചു വളർത്തിയ മക്കൾ അതിനല്പം കൂടെ അകലെ സെമിത്തേരി വരെ കാണും. ഇതിനപ്പുറത്ത് ആരും കാണുകയില്ല. എന്നാൽ തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത നല്ല കാര്യങ്ങൾ തന്റെ മരണശേഷവും മറ്റുള്ളവരുടെ ഹൃദയത്തിലും അതരത്തിലും എപ്പോഴും ഉണ്ടായി. ഈ പ്രിയ മാതാവിന് ദൈവം കൊടുത്ത 88 വർഷം ഈ ഭൂമിയിൽ പാർത്തത് വിശ്വസ്തയോടെയാണെന്നുള്ളൊരു തെളിവാണ് പ്രിയ മക്കളുടെ അതരങ്ങളിൽ നിന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും പലതും ഉയർന്നു വന്ന് കേൾക്കുവാൻ ഇടയായത്. ഒരാത്മീക പൈതൃകമുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ താനായിരുന്നു. അതേ ആത്മീക പൈതൃകത്തിൽ തലമുറകളെ വളർത്തുവാൻ ദൈവം സഹായിച്ചു. തന്റെ ആയുസ്സിൽ പ്രത്യാശയോടെ താൻ ജീവിച്ചു. ക്ഷീണിതയായിരുന്നപ്പോഴും താൻ എവിടെ ചെല്ലുമെന്നുള്ളൊരു ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. ആ മാതാവിന്റെ ആ ഒരു ഉത്തമമായ ഉചിതമായ ആ ഒരു മാതൃകയാണ് ഈ സെമിത്തേരിയിൽ മാതാവിനെ യാത്ര അയക്കാൻ വന്നിരിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ ഇന്ന് ഇവിടെ വീണാൽ, മരിച്ചു വീണാൽ, എന്റെ ശ്വാസം ഇവിടെ അവസാനിച്ചാൽ ഞാൻ എവിടെ പോകും എന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പില്ലാത്തവരാരും ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഹിൽപാർക്ക് സെമിത്തേരിയുടെ ഈ കുഴി, ഇവിടെ ഈ ഒരു തോട്ടത്തിൽ പ്രിയ തങ്കമ്മ സഖരിയ എന്ന് വിളിക്കുന്ന പ്രിയ തങ്കമ്മാമെ നാം അടക്കിയിട്ട് പോവുകയാണ്. ഒരു വിത്താണ് ഇവിടെ വിതയ്ക്കുന്നത്. ഒരു വിത്ത് വിതയ്ക്കുന്ന കർഷകൻ ഒരു ഉറപ്പുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഞാൻ വിത്ത് വിതച്ചാൽ ഇത് പൊട്ടി മുളയ്ക്കും. നാം ഇവിടെ ഈ വിത്ത് വിതയ്ക്കുകയാണ്. നമുക്കൊരു ഉറപ്പുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ പൊൻപുലരിയിൽ ഇവിടെ പൊട്ടിച്ചുകൊണ്ട് ഈ മാതാവ് നമുക്ക് മുൻപേ പോകുമെന്നുള്ള ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വാക്കുകൾക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാരീരിക മരണം, ആത്മീക മരണം, രണ്ടും മരണമാണ്. ശാരീരിക മരണം അത് ജനിച്ച എല്ലാവർക്കും ഉണ്ട്. ഒന്നുകിൽ നാം മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, ഇല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന നാം വരമെങ്കിൽ എടുക്കപ്പെടും. പക്ഷെങ്കിൽ ആത്മീക മരണം ഈ ദിവസങ്ങളിൽ നാം ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മാതാവിനെ ഈ സെമിത്തേരിയിൽ നാം അടക്കുമ്പോഴും
നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വേണ്ട ഒരു ചിന്തയാണ് ആത്മീക മരണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഏത് മനുഷ്യനും മരിക്കും. മനുഷ്യനും മരണവും ഒരു ന്യായവിധിയും ദൈവം നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്നും നാം ഒന്ന് ജനിച്ചു. കർത്താവിൽ നാം രണ്ടാമത് ജനിച്ചു. ആ രണ്ടാമത് ജനിച്ചവർക്ക് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഈ ദിവസങ്ങളിൽ ആ ഒരു ചിന്തയാവണം നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ബൈബിളിൽ ആ ജീവിതത്തെ പറ്റിയൊക്കെ അതിന്റെ ഗുണവും ദോഷത്തെ പറ്റിയൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാതെ മാതാവ് കാണിച്ചു തന്ന മാതൃക, ഞാൻ ഇന്ന് പകൽ പറഞ്ഞ പോലെ ഈ മാതാവിനെ നമുക്ക് ഇനിയും ഇങ്ങോട്ട് വന്ന് കാണുവാൻ പറ്റുകയില്ല. നമുക്ക് അങ്ങോട്ട് പോയേ കാണുവാൻ പറ്റുകയുള്ളൂ. അങ്ങോട്ട് പോയി മാതാവിനെ കാണണമെങ്കിൽ ഇവിടെ വെറുതെ അടക്കിയിട്ട് നാം പോകുകയല്ല. ഒരാത്മീകനും ഏത് നിലയിൽ ജീവിക്കുന്നവനായാലും ഈ മാതാവിനെ കാണണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മാതാവ് കടന്നു പോയിടത്ത് നാമും ചെല്ലണമെങ്കിൽ മാതാവ് കടന്നു പോയ വഴിയിലൂടെ നാമും കടന്നു പോകണം. മാതാവ് എടുത്ത തീരുമാനം നാം എടുക്കണം. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് വിശുദ്ധിയോടെ ജീവിച്ച് തന്റെ അവസാന ശ്വാസം വരെ വേദനയുടെ നടുവിലും കഷ്ടത നടുവിലും പിറുപിറുക്കാതെ ആരെയാണോ ഞാൻ നോക്കിയിറങ്ങിയത് അവൻ വിശ്വസ്തനാണ് എന്നുള്ള ഉറപ്പോട് ദൈവം എനിക്ക് നൽകുന്ന ഈ ആയുസ് ഞാൻ വിശ്വസ്തയോടെ ജീവിക്കുന്ന ഉറപ്പോട് പ്രിയ മാതാവ് ജീവിച്ച് ഒരു നല്ല അന്ത്യം പ്രാപിക്കാൻ ഇടയായി. പ്രിയരെ, ഇന്ന് പല ഫ്യൂണറൽ സർവീസ് നാം കാണുന്നുണ്ട്. ഏതെല്ലാം നിലയിൽ ആഡംബരമായ നിലയിൽ ഒത്തിരി സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോ ഞാൻ ദൈവമക്കളോട് പറയാം, വലിയ കല്ലറ നമുക്കില്ലെങ്കിലും, വലിയ മാർബിളൊന്നും നമുക്ക് കെട്ടുവാൻ കഴിഞ്ഞില്ലെങ്കിലും, വലിയ സൗധങ്ങളൊന്നും അതിന്റെ മുകളിൽ നമുക്ക് പണിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും, അധികം ആൾക്കാരൊന്നും നമ്മളെ ശുശ്രൂഷയിൽ വന്നില്ലെങ്കിലും, നാം വിശുദ്ധിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിലാണ് ജീവിച്ചതെങ്കിൽ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഒന്നവൻ ക്രിസ്തുവിൽ ജനിക്കണം, അവൻ ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. ആ ഒരു അനുഭവത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള വലിയ ആഡംബര കല്ലറയിലൊന്നും നമുക്ക് അടക്കുവാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും കപ്പക്കാലായിലാണ് നാല് ഉപദേശിമാർ മാത്രം വന്ന് നമ്മളെ അടക്കിയതെങ്കിലും നാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനം അധികം വിദൂരമല്ല. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രധാവതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന പൊൻപുരയിൽ ഞാനും ഉണ്ടെന്നുള്ളൊരു പ്രത്യാശയോടാ, ഞാനും കാണുമെന്നുള്ള ഒരു പ്രത്യാശയോടാ ഈ മാതാവ് ജീവിച്ചത്. നാം പലരുടെയും മരണത്തെ പറ്റി ഒത്തിരി വാക്കുകൾ പറയുന്നുണ്ട്. ദേശത്ത് ഒരു വല്ലാത്ത നിലയിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ നാട്ടുഭാഷയെ പറയും അവൻ തട്ടിപ്പോയെന്ന്. അങ്ങനെ സാധാരണ നാട്ടുകാർ പറയുന്നത്. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് ഒരു തിരുമേനിയാണ് മരിക്കുന്നതെങ്കിൽ കാലം ചെയ്തെന്ന് പറയും, ഇല്ലെങ്കിൽ ദിവംഗതനായി എന്ന് പറയും. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഒരു വാല്യൂമില്ല. നമ്മളെ കുറിച്ച് പറയുന്നത് നിത്യതയിൽ പ്രവേശിച്ചു. ആ ഒരു ഉറപ്പിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. വെറുതെ പാഴായി പോകുന്നതല്ല. ഇവിടെ അസ്തമിച്ചാൽ അതൊരു മറ്റൊരു ദേശത്ത് ഉദിക്കുന്ന പ്രത്യാശകരമായ ജീവിതം മുൻപിൽ കണ്ടുകൊണ്ട് ആ പ്രത്യാശയോട് പ്രിയ മാതാവിനെ യാത്രയയക്കുവാൻ ഈ സമയം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്തദാസന്മാർക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ചില വേദഭാഗങ്ങൾ അവർ വായിക്കും. ഫസ്റ്റ് Corinthians chapter 15 verse 20-28 ഒരാളും, മറ്റൊരാള് 30-48 49 മറ്റൊരാള് 50-58 ഈ 3 ഭാഗങ്ങൾ കർത്തദാസന്മാർ മാറി വായിച്ചു. கிறிஸ்துவோ மரித்தோரிலிருந்து எழுந்து நித்திரை அடைந்தவர்களின் முதற் பலனானார். மனுஷனால் மரணம் உண்டானபடியால் மனுஷனால் மரித்தோரின் உயிர்த்தெழுதலும் உண்டாயிற்று. ஆதாமுக்குள் எல்லோரும் மரிக்கிறது போல கிறிஸ்துவுக்குள் எல்லாரும் உயிர்ப்பிக்கப்படுவார்கள். அவனவன் தன் வரிசையிலே உயிர்ப்பிக்கப்படுவான். முதற் பலனானவர் கிறிஸ்து. பின்பு அவர் வருகையில் அவருடையவர்கள் உயிர்ப்பிக்கப்படுவார்கள். அதன் பின்பு முடிவு உண்டாகும்.
அப்பொழுது அவர் சகல துரைத்தனத்தையும் சகல அதிகாரத்தையும் வல்லமையையும் பரிகரித்து தேவனும் பிதாவுமாய் இருக்கிறவருக்கு ராஜ்யத்தை ஒப்பு கொடுப்பார். எல்லா சத்துருக்களையும் தமது பாதத்திற்கு கீழாக்கி போடும் வரைக்கும் அவர் ஆளுகை செய்ய வேண்டியது. பரிகரிக்கப்படும் கடைசி சத்துரு மரணம். சகலத்தையும் அவருடைய பாதத்திற்கு கீழ்ப்படுத்தினாரே, ஆகிலும் சகலமும் அவருக்கு கீழ்ப்பட்டதென்று சொல்லியிருக்கும் போது சகலத்தையும் அவருக்கு கீழ்ப்படுத்தினவர் கீழ்ப்படுத்தப்படவில்லை என்பது வெளியரங்கமாயிருக்கிறது. சகலமும் அவருக்கு கீழ்ப்பட்டிருக்கும் போது தேவனே சகலத்திலும் சகலமாயிருப்பதற்கு குமாரன் தாமும் தமக்கு சகலத்தையும் கீழ்ப்படுத்தினவருக்கு கீழ்ப்பட்டிருப்பார். ஆகிலும் மரித்தோர் எப்படி எழுந்திருப்பார்கள், எப்படிப்பட்ட சரீரத்தோட வருவார்கள் என்று ஒருவன் சொல்வானாக. புத்தியினே, நீ விதைக்கிற விதை செப்பால் ஒழிய ஈர்க்க மாட்டாது. நீ விதைக்கிற போது இனி உண்டாகும் மேனியை விதையாமல் கோதுமை அல்லது வேறொரு தானியத்தினுடைய வெறும் விதையை விதைக்கிறார். அதற்கு தேவன் தமது சித்தத்தின்படியே மேனியை கொடுக்கிறார். விதை வகைகள் ஒவ்வொன்றுக்கும் அதற்கேற்ற மேனியையே கொடுக்கிறார். எல்லா மாம்சமும் ஒரே விதமான மாம்சம் அல்ல. மனுஷருடைய மாம்சம் வேற, மிருகங்களுடைய மாம்சம் வேற, மச்சங்களுடைய மாம்சம் வேற, பறவைகளுடைய மாம்சம் வேற. வானத்துக்குரிய மேனிகளும் உண்டு, பூமிக்குரிய மேனிகளும் உண்டு. வானத்துக்குரிய மேனிகளுடைய மகிமையும் வேறு, பூமிக்குரிய மேனிகளுடைய மகிமையும் வேறு. சூரியனுடைய மகிமையும் வேறு, சந்திரனுடைய மகிமையும் வேறு, நட்சத்திரங்களுடைய மகிமையும் வேறு. மகிமையிலே நட்சத்திரங்களுக்கு நட்சத்திரம் விசேஷித்ததாய் இருக்கிறது. மரித்தோரின் உயிர்த்தெழுதலும் அப்படியே இருக்கும். அழிவுள்ளதாய் விதைக்கப்படும், அழிவில்லாததாய் எழுந்திருக்கும். கனவீனம் உள்ளதாய் விதைக்கப்படும், மகிமையுள்ளதாய் எழுந்திருக்கும். பலவீனம் உள்ளதாய் விதைக்கப்படும், பலமுள்ளதாய் எழுந்திருக்கும். ஜென்ம சரீரம் விதைக்கப்படும், ஆவிக்குரிய சரீரம் எழுந்திருக்கும். ஜென்ம சரீரமும் உண்டு, ஆவிக்குரிய சரீரமும் உண்டு. சகோதரரை, நான் சொல்கிறது என்னவெனில், மாமிசமும் இரத்தமும் தேவனுடைய ராஜ்யத்தை சுதந்திரிக்கப்பட மாட்டாது. அழிவுள்ளது அறியாமையும் சுதந்திரிப்பதும் இல்லை. இதோ ஒரு ரகசியத்தை உங்களுக்கு அறிவிப்பேன். நாம் எல்லாரும் நித்திரை அடைவது இல்லை. ஆகிலும் கடைசிய காலம் கிடைக்கும் போது ஒரு நிமிஷத்திலே, ஒரு பொழுதிலே நாம் எல்லாரும் மறுரூபமாக்கம் ஆடப்படுவோம். எக்காலம் துடிக்கும். அப்போது மரித்தோர் அழிவில்லாதவர்களாய் எழுந்திருப்பார்கள். நாமும் மறுரூபம் ஆக்கப்படுவோம். அழிவுள்ளதாகிய இது அழியாமையும், சாவுக்கு ஏதுவாகிய இது சாமானியும் தரித்துக் கொள்ள வேண்டும். அழிவுள்ளதாகிய இது அழியாமையும், சாவுக்கு ஏதுவாகிய இது சாமானியும் தரித்துக் கொள்ளும் போது மரணம் ஜெயமாய் விழுங்கப்பட்டது என்று எழுதியிருக்கிற வார்த்தை நிறைவேறும். മരണമേ കൂടെങ്കിൽ ആ വാക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പറയാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ കൂട് പാവം, പാവത്തിൻ ബലൻ நியாயப்பிரமாணம். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவினாலே நமக்கு ஜெயம் கொடுக்கிற தேவனுக்கு ஸ்தோத்திரம். ஆகையால் எனக்கு பிரியமான சகோதரரே, கர்த்தருக்குள் நீங்கள் படுகிற பிரயாசம் இருதாய் என்று நீங்கள் உறுதிப்பட்டவர்களாயும் அசையாதவர்களாயும் கர்த்தருடைய கிரியிலே எப்போதுം பெரியவர்களாய் இருப்பார்களாக. ഒരു വേദഭാഗം വായിക്കുന്നു. 1 Thessalonians 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം അറിയാവുന്നവർ എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് പറയാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇതിൽ നിന്നും ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയ മാതാവ് ഇന്ന് നമ്മെ വിട്ട് കടന്നുപോയി. പക്ഷെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനമുണ്ട്. ആ മാതാവിനെ നമുക്കിനി കാണണമെങ്കിൽ
അത് മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും സഭാമക്കളായാലും നെയ്ബേഴ്സ് ആയാലും നാട്ടുകാരായാലും ആരായാലും ഈ മാതാവിനെ ഇനി കാണണമെങ്കിൽ നാം അനുശാസിക്കേണ്ട ചില വചന പ്രമാണങ്ങളുണ്ട്. അത് അനുശാസിക്കാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതാവിനെ നമുക്ക് ഇവിടെ യാത്ര അയക്കാം. ഈ ബോഡി കാണുവാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇല്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ മക്കൾ 3 പേരുണ്ടല്ലോ, ആ മാതാവിന് ആ മുഖം മറയ്ക്കുവാനുള്ള സമയമാണ്. അതിനുശേഷം അത് അടച്ച് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ ചില വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു കൊള്ളാം. ആ മക്കൾ 3 പേര് ഇങ്ങോട്ട് കടന്നു വന്നു. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഇപ്പോൾ അത് അടച്ച് വിഭാഗമുള്ളത് വളരെ ശ്രദ്ധയോടെ നാമശോഭന നാട്ടിൽ വായ്തപ്പേരുടെ സംഗീതം നിത്യം സൗഭാഗ്യം ആത്മാക്കൾ വേഗം നാം ചേർന്ന് ഒരേ നിത്യമാപ്രമാദ ശോഭിതത്തിൽ നാം വിളിക്കും നേരം കാണുമെന്നേരം ഒരുമിച്ച് പഠിക്കാട്ടെ പ്രത്യാശയോടെ വിളിക്കും നേരം കാണൂ നേരം കാണൂ വിളിക്കും നേരം കാണുമെന്നേരം നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്ത കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആ ദിനത്തിൽ ഞങ്ങളുടെ പ്രിയ മാതാവ് 88 വയസ്സുള്ള ഈ തങ്കമ്മ സക്കരിയ ഈ മണ്ണിൽ നിന്ന്
പറന്നുയരുമെന്നുള്ള സത്യം ഞങ്ങൾ അറിയുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങയുടെ വാക്കിൻ പ്രകാരം ഞങ്ങൾ മണ്ണിന് ഇവിടെ ഏൽപ്പിക്കുകയാണ്. നീയോ പോയി വിശ്രമിച്ചു കാലാവസാനത്തിങ്കൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു. മനുഷ്യ, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ അവന്റെ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ അവന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ അവന്റെ വിദ്യാഭ്യാസത്തിലും കരബലത്തിലും പ്രശംസിക്കുന്നത് എന്തിന്? പ്രത്യാശയോട് ഈ പ്രിയ മാതാവിനെ നമുക്ക് യാത്രയയക്കാം. ആ പൊൻപുലരിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്രയയച്ച് നാം മടങ്ങിപ്പോകുമ്പോൾ എനിക്കും അവിടെ എത്തണമെന്നുള്ള ഉറപ്പോട് ഓരോ ദിവസവും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ വിരാമം കുറിക്കുന്നു. ഇപ്പോൾ സമർപ്പിച്ച പ്രാർത്ഥന. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയമാതാവിന്റെ ദൈവമേ, അവസാനത്തെ ശുശ്രൂഷ ചെയ്തെടുക്കുവാന്റെ ഗുണം അങ്ങയുടെ ദാസന്മാരെ നീ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്നത് സംബന്ധിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ കേൾപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഇതുപോലെ ഒരു ദിവസം ഹല്ലേലൂയ ദൈവമേ, ഞങ്ങളും വീട്ടതയിൽ ചേരേണ്ടിവരാണ്. ആകയാൽ കർത്താവെ, ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ കൊണ്ട് സഹായിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസരണ സഹവാസം, മാതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും സഭാങ്ങളുടെ മേലും ഇവിടെ കൂടി ഏവരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തെ, ശുശ്രൂഷ അനുഗ്രഹിച്ച ദൈവത്തെ കരമുയർത്തി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക.